நீ கர்த்தருடைய கையில் அலங்காரமான கிரீடமும் உன் தேவனுடைய கரத்தில் ராஜ முடியுமாயிருப்பாய். ஏசாயா 62:3. Thou shalt also be a crown of glory in the hand of the Lord, and a royal diadem in the hand of thy God. Isaiah 62:3. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த காலை வேளையில் காட் கோஸ் இஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த 9வது மாதத்திலே தேவ செய்தியை கேட்கிற ஒவ்வொரு தேவ பிள்ளையையும் கர்த்தர் மேன்மேலும் ஆசீர்வதிப்பாராக. அவருடைய கண்கள் நம்மேல் நோக்கமாயிருக்கிறது. அவர் நம்மோடு பண்ணின சகல வாக்குத்தத்தங்களையும் உடன்படிக்கைகளையும் நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். அதை அப்படியே விசுவாசிப்போம். இந்த மாதத்திலே தேவனாகிய கர்த்தர் தம்முடைய வார்த்தையை நமக்கு நிறைவேற்றி அவருடைய மகிமையை நம்மேல் காண பண்ணுவார். இதை கேட்கிற ஒவ்வொருவரும் எதிர்பார்ப்புடன் அவருடைய வார்த்தைகளுக்கு கீழ்ப்படிந்து காத்திருப்போம். தேவனாகிய கர்த்தர் தாமே இந்த மாதத்திலும் அவருடைய வார்த்தையை அனுப்பி நம் மத்தியில் பெரிய காரியங்களை செய்வாராக. ஆமென். കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ ബഹുമാന്യമുള്ള പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് ദൈവജനം കേൾപ്പാൻ നമ്മളെയൊക്കെ നിർത്തിയ ദൈവത്തിന് ഈ രാവിലെ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഗാഡ് ഗോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ആയിരിക്കുന്ന ശക്തന്മാരായ എല്ലാ പ്രാർത്ഥന വീരന്മാരെയും, ബഹുമാനമുള്ള തോമസ് അവറുകളെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമാനമുള്ള അഭിഷിക്തന്മാരെയും തൻ്റെ കൂട്ടുവേലക്കാരെയും, ഗാഡ് ഗോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ പ്രയർ സെല്ലുകളെയും മറ്റനവധി നിരവധി ശക്തമായി പ്രവർത്തിക്കുന്ന അഭിഷിക്തന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ജാതി, മത, ഭേദ, വർണ്ണ, വർഗ, സഭാ വ്യത്യാസമെന്നേ ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ മാസം മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ, കഴിഞ്ഞുപോയ മണിക്കൂർ മുതൽ, കഴിഞ്ഞുപോയ ആഴ്ച മുതൽ, കഴിഞ്ഞുപോയ തീയതി മുതൽ ഈ ദിവസം വരെയും ഈ സമയം വരെയും ആമേൻ നമ്മുടെ ചിറകിൻ മറവിൽ സൂക്ഷിച്ച ദൈവത്തിനായി ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് നമുക്ക് പരിചയം പലകയുമായിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിൽ കണ്ടു എങ്കിലും ഹല്ലേലൂയ അതിൽ വല്ലാതെ വ്യാകുലപ്പെടാതെ, അതിൽ വല്ലാതെ ആകുലപ്പെടാതെ വണ്ണം നമ്മെ പരിപാലിച്ച ദൈവത്തിനായി രാവിലെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മല പോലെ വന്നപ്പോഴും ഹല്ലേലൂയ ഉറച്ച പാറയിൽ നമ്മെ നിർത്തി സൂക്ഷിച്ച ദൈവത്തിനായി ഈ രാവിലെ സ്തോത്രം ചെയ്യുന്നു. ഭക്ഷണം തന്നു, ആരോഗ്യം തന്നു, പരിപാലനമൊക്കെ നമുക്ക് തന്നു. രോഗങ്ങൾ വരാതെ വണ്ണം, വ്യാധികൾ വരാതെ വണ്ണം, മരണങ്ങൾ ഏശാതെ വണ്ണം നമ്മെ കരുതി, നമ്മെ നടത്തി. ഹല്ലേലൂയ. ജാതിയും മറന്നു, മതവും മറന്ന്, കുലവും മറന്ന്, ഹല്ലേലൂയ സഭയും മറന്നുകൊണ്ട് നിഗളിച്ച് നടക്കുന്ന മാനവരാശിക്ക് വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെയും ക്രിസ്തു സഭകളൊക്കെ തച്ചുടയ്ക്കാൻ തീരുമാനിക്കുന്ന ദൈവമില്ലെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കും, അവരൊക്കെ ദൈവത്തിൽ വരും. ആമേൻ. നമുക്ക് പ്രത്യാശിക്കാം. ആമേൻ. നാം മാത്രം സ്വർഗത്തിൽ പോയാൽ പറ്റത്തില്ല, നാം മാത്രം വചനം സംസാരിച്ചാൽ പറ്റത്തില്ല, നാം മാത്രം വചനം കേട്ടാൽ പറ്റത്തില്ല, നാം മാത്രം സ്നാനപ്പെട്ടാൽ പറ്റത്തില്ല, നാം മാത്രം കൃപാവര ശുശ്രൂഷയിൽ പങ്കെടുത്താൽ പറ്റത്തില്ല, നമ്മുടെ സഭ മാത്രം വളർന്നാൽ മതി. നോ. ഹല്ലേലൂയ. എല്ലാ മാനവരാശിയും ദൈവത്തിൽ ആദായപ്പെടണം. അവരൊക്കെ പാപങ്ങളെ ഏറ്റുപറയണം, അവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആത്മസന്തോഷം, നമ്മൾ അനുഭവിക്കുന്ന ആത്മസമീപനവും നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണവും അവരുടെ ജീവിതത്തിൽ വരുവാൻ സ്വർഗമിടിയാക്കട്ടെ.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, ഇത് രക്ഷിക്കപ്പെട്ടവന്റെ മാത്രം ദൈവമല്ല, ഇത് ശുശ്രൂഷകന്റെ മാത്രം ദൈവമല്ല, ഇത് ഏതെങ്കിലും സഭയുടെ മാത്രം ദൈവമല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്നാനപ്പെട്ട അഭിഷിക്തന്റെ ദൈവമല്ല, ഒരു പെന്തക്കോസ്ത് സഭയുടെ ദൈവമല്ല, ഒരു വലിയ ചേർച്ചിന്റെ ദൈവം മാത്രമല്ല. ഹല്ലേലൂയ. മാനവരാശി മനുഷ്യനായി പിറന്ന സകലവർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തും നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ ബഹുമാനമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളുക, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. ആമേൻ. അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, ജാതിയിൽ കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ വ്യത്യാസമില്ലാതെ, പണമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ, സൈക്കിൾ ഉള്ളവനോ ഓടിക്കാർ ഉള്ളവനൊന്നും വ്യത്യാസമില്ലാതെ, വീടുള്ളവനോ വീടില്ലാത്തവനോ എല്ലാവർക്കും വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം, എല്ലാവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടായിരുന്ന നമ്മെ മക്കളായി പരിപാലിച്ച് മാറോടെ ചേർത്തണച്ച് ഈ മാസത്തിന്റെ തീയതി വരെ നമ്മെ പരിപാലിച്ച ദൈവത്തിനായി ഈ രാവിലെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എന്റെ അഭിഷിക്തന്മാരെ, കുടുംബങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ശക്തനായ കർത്താവ്. ആമേൻ. കഴിവും ചങ്കൂറ്റമുള്ള തന്റെ ഇടമുള്ള ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോഴും അനുകൂലമായി സംസാരിക്കുന്ന നമ്മുടെ കർത്താവ്, കഴിവുള്ള കരുത്തനായ ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവരിയിലും തെളിയിച്ചു കരുത്തനായ ദൈവമെന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ വന്നപ്പോഴും കർത്താവ് തെളിയിച്ചു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ വ്യാകുല ചിന്തകളും മാറ്റിവെച്ചിട്ട് ഞാൻ സ്നേഹത്താൽ പറയാം, നമ്മൾ വല്ലാതെ ആകുലപ്പെട്ടിട്ടും യാതൊരു കാര്യവുമില്ല, നാം വല്ലാതെ മാറത്തടിച്ച് നിലവിളിച്ചിട്ടും യാതൊരു കാര്യമില്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ ഈ പ്രഭാതത്തിന്റെ തിരുവചനം കേൾക്കുന്ന ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്റെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവേ, അതങ്ങടെ മാത്രമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റാരിലും രക്ഷ കാണുന്നില്ല, ഞാൻ രക്ഷ കാണുന്നത് അങ്ങിൽ മാത്രമാണ്. ഈ പ്രഭാതത്തിൽ നമുക്കൊരു നിമിഷം ദൈവത്തിൽ സമർപ്പിക്കാമോ? കേൾക്കാൻ പോകുന്ന തിരുവചന സത്യത്തെ, കേൾക്കാൻ പോകുന്ന തിരുവചന മർമ്മങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ. ആമേൻ. നമ്മുടെ പാപം പറ്റ ജീവിതത്തെ മാറ്റിക്കളഞ്ഞ് കറയും മാലിന്യമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പതിയെ വരാം. ഈ പ്രഭാതത്തിൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം. കർത്താവേ, ഒത്തിരി പ്രഭാതങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയി, ഒത്തിരി രാത്രികൾ ഞാൻ അനുഭവിച്ചു, ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചു. പക്ഷെ എന്നെ വീഴാതെ വണ്ണം ഈ മാസത്തിന്റെ അവസാനം വരെ തീയതികളിൽ എന്നെ നിർത്തിയതിന്റെ കാരണമെന്തേ ചോദിക്കാം. കർത്താവേ, എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ കടന്നുപോയി, എന്തെല്ലാം പ്രതീക്ഷയറ്റ ജീവിതം എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു. പക്ഷേ ആളെണ്ണം കുറയാതെ വണ്ണം എന്നെ നടത്തിയ ദൈവം എന്തിനാണ് കർത്താവേ ഈ പാതകളിൽ എന്നെ ഒരു മകനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ അങ്ങനെ കൈപിടിച്ച് നടത്തിയത്? 100,000 ചോദ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവ്, എന്തുകൊണ്ട് പ്രശ്നങ്ങളിൽ മേൽ വീഴാതെ വണ്ണം, പ്രതിസന്ധികളിൽ ഞാൻ ആകുലപ്പെടാതെ വണ്ണം ഈ പ്രഭാതം വരെയും എന്തുകൊണ്ട് എന്നെ നടത്തി? ആമേൻ. ഒറ്റ മറുപടി മാത്രമേ നമുക്കുള്ളൂ. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. സങ്കീർത്തനം 34-ന്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ഈ ശബ്ദം കേൾക്കുന്നതിന്റെ ബഹുമാനമുള്ള പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു, എവിടെയൊക്കെ നമ്മൾ പ്രശ്നത്തിലകപ്പെട്ടു, അവിടെ നിന്നെല്ലാം നമ്മെ രക്ഷിച്ചെങ്കിൽ അറിയുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു അദൃശ്യ ശക്തി എന്നെ കൈ പിടിച്ച് നടത്തതുപോലെ നടന്നു കയറിയ പ്രശ്നത്തിൽ വീഴാതെ ഒരു ദൈവദൂതനെ പോലെ ഒരു മനുഷ്യൻ വന്നിറങ്ങി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അറിയുക, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമുക്കൊരു വചനത്തിന്റെ മർമ്മഭാഗം മാത്രം ഈ പ്രഭാതത്തിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ചെറിയ സന്ദേശം. അതേ സങ്കീർത്തന പുസ്തകത്തിന്റെ 34 അധ്യായത്തിന്റെ 13 വേദഭാഗം. സങ്കീർത്തനങ്ങൾ 34:13. അവിടെ ശക്തമായൊരു താക്കീതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വളരെ ശക്തമായൊരു താക്കീത്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആധരത്തെയും കാത്തുകൊടുക്കുക. ഒരിക്കൽ കൂടി ആ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. 34 അധ്യായം, സങ്കീർത്തനം 34 അധ്യായത്തിന്റെ 13 വേദഭാഗം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ യാഥരത്തെയും കാത്തുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. ആവശ്യമില്ലാത്ത മുഴുവൻ വാക്കുകളും പുറത്തു ചാടുന്നത് നാവെന്ന അവയവത്തിലാണ്. അതേ അവയവമാണ് മറ്റൊരുത്തനെ സമാധാനപ്പെടുത്തുന്നത്, അതേ സെയിം മറ്റൊരുത്തനെ ദോഷപ്പെടുത്തുന്നതും. കണ്ടോ? ഒത്തിരി വചനങ്ങളുണ്ട് നാവിനെ കുറിച്ച്. ഒന്നും തൊടുന്നില്ല, ഒറ്റ ചിന്ത മാത്രം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വേദന കൊടുത്തെങ്കിൽ, ഒരുത്തന്റെ ഹൃദയത്തിലെ സന്തോഷം കെടുത്തിക്കളഞ്ഞു എന്നാർക്കെങ്കിലും പ്രഭാതത്തിൽ കുറ്റബോധം വന്നാൽ അറിയുക, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ ഇനി നീ കാത്തുകൊടുക്കുക. സ്നേഹിപ്പാൻ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ, ഭാര്യയെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ, ഭർത്താവിനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ, മക്കളെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിപ്പാൻ, കൂട്ടുവേലക്കാരെ, പ്രാർത്ഥനാ വീരന്മാരെ, സഭയിലെ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിപ്പാൻ കൽപ്പന പുറപ്പെട്ടു നിൽക്കുമ്പോൾ അത് പ്രസംഗിക്കുകയും പ്രവചിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു നമ്മൾ. ഓർത്തുകൊള്ളുക, ആരുടെയൊക്കെ ഹൃദയത്തിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മടങ്ങി വരാൻ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മടങ്ങി വരിക ക്രിസ്തുവിൽ. ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന വായ്കൾ, സമാധാനം അരുളേണ്ട വായ്കൾ, ആശ്വാസം അരുളേണ്ട വായ്കൾ. എങ്ങനെ നമുക്ക് ദൈവഹിതമില്ലാത്ത ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും? മടങ്ങി വരാം. ഈ പ്രഭാതത്തിൽ നമുക്ക് മടങ്ങി വരാം. ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവകൽപ്പനയിലേക്ക് മടങ്ങി വരാം. നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന, അല്ലെങ്കിൽ തരണം ചെയ്യാൻ കെൽപ്പുള്ളൊരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകാശത്തിന് മീതെ ഉന്നതനായിരിക്കുന്നവൻ, ഭൂമിക്ക് മീതെ ഉന്നതനായിരിക്കുന്നവൻ, സ്വർഗത്തിലും അടങ്ങാത്ത ശക്തനായ കർത്താവ്. എങ്കിൽ മക്കളെന്ന് പുകഴുന്ന, ഞാൻ യേശുവിന്റെ മകനെന്നും മകളെന്നും പുകഴുന്നവർ അറിയുക, കൺട്രോളില്ലാതെ അൺകൺട്രോളായി നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കാം, ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ നാവിനെ കൺട്രോൾ ചെയ്യേണ്ടത്? നോ.
സഹജീവികളുടെ കരുണ തോന്നണം. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന മനോഹരമായ നാക്ക്, ദൈവം നമുക്ക് തന്ന മനോഹരമായ ശരീരം, ദൈവം നമുക്കൊന്ന മനോഹരമായി, ദൈവം നമുക്ക് തന്ന മനോഹരമായ കണ്ണ് ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. അതേ സങ്കീർത്തന പുസ്തകത്തിന്റെ 34 അധ്യായത്തിന്റെ 10 വാക്യം നമ്മൾ വായിച്ചാൽ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എങ്കിൽ മറ്റൊരു സ്നേഹിതനെ, മറ്റൊരു കൂട്ടുവേലക്കാരനെ, മറ്റൊരു ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവനെ, ഒരേ ഷോപ്പിൽ ജോലി ചെയ്യുന്നവനെ, ഒരേ വാഹനം ഓടിക്കുന്നവനെ, ഒരേ അയൽക്കാരനെ എങ്ങനെ നമുക്കവനെ വേദനിപ്പിക്കാൻ കഴിയും? വചനം പറയുന്ന ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവില്ല, മുടക്കം വരികയുമില്ല. കാരണം നീതിയും ന്യായവും നടത്തും നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമ്മുടെ കൂട്ടുപ്രവർത്തകരെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും? എന്താണ് നമുക്കുള്ള ലാഭം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലാഭം? തിരിച്ചു ചിന്തിക്കാം. ലാഭമൊന്നുമില്ല എൻ്റെ പ്രിയ സ്നേഹിതരെ, നഷ്ടങ്ങൾ മാത്രം. ഹല്ലേലൂയ. ഒരു ചോദ്യം കേട്ടാൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ ഊ എന്ന് പറയാൻ പഠിക്കണം. അന്ത്യനാളാണ്, മറന്നു പോകരുതേ. കാഹളം ധ്വനിക്കാൻ സമയമായി, മറന്നു പോകരുതേ. തന്റെ മണവാട്ടിയെ ചേർക്കാൻ തമ്പുരാൻ വരാൻ സമയമായി, മറന്നു പോകരുതേ. ലോകമെമ്പാടും നോക്കിയാലും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ആമേൻ, ഹല്ലേലൂയ, മരണങ്ങളും കൊലപാതകങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേട്ട് തുടങ്ങി. നമുക്കെങ്ങനെ നമ്മുടെ കൂട്ടുവേലക്കാരനെ വേദനിക്കാൻ പറ്റും? നമുക്കെങ്ങനെ കഴിയും? ഒന്ന് ചിന്തിച്ച്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കൂട്ടവകാശികളാണ്, കർത്താവിന്റെ മക്കളാണ് നമ്മളൊക്കെ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ഒരു കുറ്റബോധമുണ്ടെങ്കിൽ രാവിലെ നമുക്കൊന്ന് മടങ്ങി വരാം. സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ മടങ്ങി വരാം. അതേ സങ്കീർത്തന പുസ്തകത്തിന്റെ 34 അധ്യായത്തിന്റെ 15 വേദഭാഗം നമ്മൾ പഠിച്ചാൽ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. അപ്പൊ നമ്മെ കേൾക്കുകയും നമ്മെ കാണുകയും ചെയ്യുന്ന ഒരു ദൈവമുള്ളപ്പോൾ നമുക്കെങ്ങനെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയും? നമുക്കെങ്ങനെ മറ്റൊരുത്തനെ ദ്രോഹിക്കാൻ മുതിരാൻ കഴിയും? നമ്മളെ ദൈവത്തിന്റെ മക്കളല്ലേ? അത് സാഹചര്യം അനുസരിച്ച് മാറാൻ, അല്ലെങ്കിൽ ലോകക്കാരെപ്പോലെ മാറി ചിന്തിക്കാൻ, പിന്നെയും വേഗത്തിൽ ഹോളി സ്പിരിറ്റിന്റെ പൊസിഷനിലേക്ക് വരാൻ ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മെ? നോ. എല്ലാവരെയും ദൈവം സൈപ്പിച്ചില നിർമ്മിച്ച് നിലത്തെ പൊടിയെടുത്തു. എല്ലാവരും സൈപ്പിച്ച്. ഹല്ലേലൂയ, ആമേൻ. നിലത്തെ പൊടിയെടുത്ത് രൂപമുണ്ടാക്കി അവൻ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സെയിം ടു സെയിം. വേദമെന്ന് പേരിട്ടു. പൊടിയാ നമ്മളൊക്കെ. നിലത്തിൽ നിന്നാ നമ്മെ എടുത്തേ. അത് കറുത്ത പൊടിയാണോ വെളുത്ത പൊടിയാണോ ഇപ്പോഴും നമുക്കറിയത്തില്ല.
മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കരുതിയ ദൈവം അവനൊരു ഗാഠനിദ്ര വരുത്തി തന്റെ വാരിയിൽ നിന്നൊരു എല്ലെടുത്തു, അതിൽ മാംസം വെച്ച് പിടിപ്പിച്ചു. അവൾ ദേഹി ജീവനുള്ളതായി അവന് തുണയായി കൊടുത്തു. മനുഷ്യന്റെ നിർമ്മിതി. ഹല്ലേലൂയ. ഇത്രയുള്ളൂ നമ്മളൊക്കെ. എല്ലാവരും പറയേണ്ട, പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡെഡ് ബോഡി. ഇത്രയുള്ളൂ നമ്മൾ. നമുക്കൊരായുസ് ദൈവം തന്നിട്ടുണ്ട് സ്നേഹിപ്പാൻ. നമുക്കൊരായുസ് ദൈവം തന്നിട്ടുണ്ട് സഹജീവിതകളുടെ കരുണ തോന്നാൻ. നമുക്കൊരായുസ് ദൈവം തന്നിട്ടുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രസ്താവിപ്പാൻ. നമുക്കൊരായുസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ കരുണ തോന്നുവാൻ. കടൂരമായ ചിന്തകളെ പ്രഭാതത്തിൽ വിട്ടൊഴിഞ്ഞ് നമുക്ക് ദൈവത്തിലേക്ക് അഭയം പ്രാപിപ്പാൻ കഴിയട്ടെ. വായിച്ച വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വേദഭാഗം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല പലപ്പോഴും? എന്തുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരമാല പോലെ ആഞ്ഞടിച്ചു വരുന്നു? ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ. ഇല്ലാത്തതിനും വേണ്ടാത്തതിനൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. കളയേണ്ട കാര്യങ്ങളൊക്കെ ചാടിപ്പിടിച്ചു. പിടിക്കേണ്ട കാര്യങ്ങൾ കളഞ്ഞും ലാഘവത്തോടെ മുമ്പോട്ട് പോകുന്ന എൻ്റെ പ്രിയ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രഭാതത്തിലെ വചനത്തിലേക്ക് വരാം. നമ്മൾ വായിച്ചു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സഭാ വിശ്വാസികളെ, ബഹുമാനമുള്ള മറ്റ് മതവിശ്വാസികളെ, നമ്മളൊരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച, ഒരുപക്ഷെ അവന്റെ പ്രതികരണശേഷി ഇല്ലാത്തവനായിരിക്കും, ഒരുപക്ഷെ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. അവന്റെ ഹൃദയം ഒന്ന് പൊട്ടിയാൽ, കണ്ണൊന്ന് നിറഞ്ഞാൽ, നമ്മ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന കാര്യം ഈ രാവിലെ മറന്നു പോകരുതേ. ഹല്ലേലൂയ. നമ്മളൊക്കെ ജീവിക്കുന്നു, നമ്മളൊക്കെ ജീവിക്കുകയാണ്. കാരണം യേശു ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് സഹജീവികളോട് കരുണ തോന്നാം. വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കാം, നഗ്നനായിരിക്കുന്നവനെ ഉടുപ്പിക്കാം, രോഗിയായിരിക്കുന്നവനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കരുതൽ നമുക്ക് കൊടുക്കാം, തേടിപ്പിടിച്ച് ചെന്നവനെ നമുക്ക് സഹായിക്കാം. നമ്മളൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യങ്ങളും ഒക്കെയാണ് എങ്കിലും ഞാൻ ആഹ്വാനം ചെയ്യുന്നു, നമുക്ക് സഹജീവികളോട് കരുണ തോന്നാം. നമ്മുടെ കൂടപ്പിറപ്പുകളോട് നമുക്ക് കരുണ തോന്നാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വേദഭാഗം, സങ്കീർത്തനങ്ങൾ 27 അതിന്റെ 5-ാമത്തെ വേദഭാഗം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അനർത്ഥ ദിവസത്തിൽ യേശു കർത്താവ് തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കണമെങ്കിൽ, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കണമെങ്കിൽ, ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ നിർത്തണമെങ്കിൽ, ഹൃദയം കൊണ്ട് നമുക്ക് യേശുവിനെ പിൻപറ്റാം. ഹല്ലേലൂയ.
നമുക്ക് ഹൃദയം കൊണ്ട് യേശുവിനെ പിൻപറ്റാം. ഈ ശബ്ദം ആരുടെയൊക്കെ ഹൃദയത്തിലേക്ക് അത്ഭുതം ചെയ്യുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കരുണ തോന്നാം. സഹജീവികളോട് നമുക്ക് കരുണ തോന്നാം. നമ്മുടെ അയൽവക്കക്കാരോട് നമുക്ക് കരുണ തോന്നാം. നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് മുമ്പിൽ നമുക്ക് കരുണ തോന്നാം. ഒരേ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരോട് നമുക്ക് കരുണ തോന്നണം. അക്രൈസ്തവനോട് കരുണ തോന്നണം. നമുക്ക് നമ്മുടെ പറമ്പ് കിളയ്ക്കാൻ വരുന്നവരോട് നമുക്ക് കരുണ തോന്നണം. നമ്മുടെ വീടുകളിൽ ജോലിക്ക് വരുന്നവരോട് നമുക്ക് കരുണ തോന്നണം. അവർ യന്ത്രങ്ങളല്ല എന്ന് നിങ്ങൾ കരുതണം. നമ്മുടെ വണ്ടികൾ കഴുകാൻ വരുന്ന സഹോദരങ്ങളോട് കരുണ തോന്നണം. നമ്മുടെ വീട്ടിലെ സെർവന്റിനോട് നമുക്ക് കരുണ തോന്നണം. നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുന്നവരോട് നമുക്ക് കരുണ തോന്നണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ മക്കളായി തീരട്ടെ. വാസ്തവമായി ഹൃദയം കൊണ്ട് നമുക്ക് യേശുവിന്റെ മക്കളായി തീരാം. ഒരപ്പന്റെ സ്വഭാവമാണ് ഒരു മകന്. അപ്പൻ കരുണ തോന്നുന്നവനാണെങ്കിൽ ആ സ്വഭാവം മക്കളിലും വരണ്ടേ? എങ്കിലല്ലേ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ അപ്പന്റെ മകനാണ്. എന്റെ ബഹുമാനമുള്ള കൂടപ്പിറപ്പുകളെ, എന്റെ വിശ്വാസികളെ, ശുശ്രൂഷക്കാരെ, ശക്തന്മാരായ പ്രാർത്ഥന വീരന്മാരെ, പ്രാർത്ഥന പോരാളികളെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള അഭിഷിക്തന്മാരെ, കുടുംബങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന മറ്റ് മതവിഭാഗ വിശ്വാസ ജീവിതങ്ങളെ, നമുക്ക് പരസ്പരം കരുണ തോന്നി പരസ്പരം എല്ലാവരും സ്നേഹിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മുടെ ആയുസ്സിൽ തീരുന്നതിന് മുൻപായി, കർത്താവ് നമ്മെ വിളിക്കുന്നതിന് മുൻപായി ഹൃദയ പരമാർത്ഥയോടുകൂടി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ കർത്താവ് മാറ്റും. നമ്മുടെ കട്ടതയും ദാരിദ്ര്യമൊക്കെ കർത്താവ് മാറ്റും. ഞാൻ ചലഞ്ച് ചെയ്യാം, നാം ഉയർത്തപ്പെടും. നാം വിടുതൽ അനുഭവിക്കും. കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം അനുഗ്രഹിക്കപ്പെടും. ആത്മീകമായി നാം അനുഗ്രഹിക്കപ്പെടും. സഭയായി നാം അനുഗ്രഹിക്കപ്പെടും. കുടുംബപരമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ശുശ്രൂഷയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഗാഡ് ഹൗസ് മിനിസ്ട്രിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനാ സെല്ലുകളിലും നാം അനുഗ്രഹിക്കപ്പെടും. പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യേ ഇരിക്കുന്ന ബഹുമാന്യമുള്ള കുടുംബങ്ങളെ നമ്മുടെ നാവിന് ദൈവത്തിന് കൊടുക്കുക, നാം അനുഗ്രഹിക്കപ്പെടും. ഒരു ശുദ്ധീകരണത്തിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിലേക്ക് വരാം. നമ്മുടെ കൂടപ്പിറപ്പുകളോട് കരുണ തോന്നട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ചേർത്തടച്ച്, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടു, ഒരു നിമിഷം എല്ലാ ബഹുമാന്യരും നിങ്ങളുടെ കണ്ണുകളൊന്ന് ചേർത്തടച്ചാൽ, കർത്താവേ,
ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാനമുള്ള എല്ലാ കൂടപ്പിറപ്പുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ അഭിഷിക്തന്മാർക്കായി, ശുശ്രൂഷകർക്കായി, മറ്റ് ഞങ്ങളുടെ ബഹുമാനമുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്കായി, ഏത് മതവിഭാഗക്കാരാണ് ഈ ശബ്ദം കേൾക്കുന്ന അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം പാപങ്ങളെ, ലംഘനങ്ങളെ ക്ഷമിച്ച് കർത്താവേ മക്കളും അവകാശികളും കൂട്ടവകാശികളും ആക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാവുകളൊക്കെ നിയന്ത്രിപ്പാൻ ദൈവം കരുണ തോന്നണം. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എടുത്തു ചാടുന്ന സ്വഭാവത്തിലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കരുണ തോന്നണം. അവരെ തന്നെ നിയന്ത്രിപ്പാനുള്ള സമാധാനത്തെ അവർക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസം, വിടുതലും സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. அக்கினியில் நடந்து வந்தோ, ஆனால் சேதம் ஒன்றும் இல்லை அப்பா. தண்ணீரை கடந்து வந்தோ, நாங்க மூழ்கி போகவில்லை அப்பா. உங்க கிருபை எங்களை விட்டு இமை பொழுதும் விலகலப்பா. உங்க கிருபை எங்களை விட்டு இமை பொழுதும் விலகலப்பா. எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. செங்கடலை நீர் பிளந்தீர், செம்மையான பாதை தந்தீர். எரிகோவின் கோட்டைகளை யோசனையால் தகர்த்தீர். கோலியாத்தின் கோஷங்களை ஒரு நொடியில் வென்று விட்டீர். அந்த கோலியாத்தின் கோஷங்களை ஒரு நொடியில் வென்று விட்டீர். எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. பலவித சோதனையா உடனிடப்பட்டோமையா, பொன்னாக மாற்றிவிட்டீர், புது இருதயம் தந்து விட்டீர். எங்கள் தலையை எண்ணெயினா அபிஷேகம் செய்து விட்டீர். எங்கள் தலையை எண்ணெயினா அபிஷேகம் செய்து விட்டீர். எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவன் நீ, எங்கள் ராஜா நீ, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ.
எங்களை உமது கிருபையினால் கடந்தோ. இனி வரும் நாட்களெல்லாம் உந்தன் மகிமைதனை காண்போ. எங்கள் ஆயுள் உள்ளவரை இயேசு நாமத்தை உயர்த்திடுவோம். எங்கள் ஆயுள் உள்ளவரை இயேசு நாமத்தை உயர்த்திடுவோம். எங்கள் தேவனே, எங்கள் ராஜானே, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவனே, எங்கள் ராஜானே, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவனே, எங்கள் ராஜானே, நாங்கள் போற்றிடும் எங்கள் கண்மலை நீ. எங்கள் தேவனே,